ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വെക്കേഷനിൽ കോഴിക്കോട് യാത്ര ചെയ്തിട്ടും എൻ്റെ വീഡിയോ തീർന്നിട്ടില്ല കേട്ടോ. തിരക്കൊക്കെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിതാ കുറ്റിച്ചിറ ബിരിയാണിയല്ലേ കഴിച്ച് നിർത്തിയിരുന്നത്. കുറ്റിച്ചിറയിൽ നിന്ന് ബിരിയാണിയും കഴിച്ചതിന് ശേഷം നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെയാണ് പോയത്. പ്ലാനിങ്ങോടെ പോയാൽ നമ്മളത് ഒന്നും നടക്കത്തുമില്ല. പ്ലാനിങ് ഇല്ലാതെ പോകുമ്പോഴാണ് നമുക്ക് എല്ലാം നല്ലപോലെ നടക്കുന്നത്. അങ്ങനെ നമ്മളിതാ കുറ്റിച്ചിറ ബിരിയാണിയും കഴിച്ചതിന് ശേഷം ഇനി എന്തെന്ന് വിചാരിച്ച് നടന്നപ്പോഴാണ് നമ്മളിതാ എല്ലാം ഉപ്പിലിട്ട് വെച്ചേക്കുന്ന ഒരു കട കണ്ടത്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ പോയി മാങ്ങയൊക്കെ മേടിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഈ മാങ്ങയൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ കാണത്തില്ലേ, കാണുമ്പോഴത്തേക്കും നമുക്കൊരു കൊതി വരത്തില്ലേ, അതാണ് കേട്ടോ മെയിൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴിക്കാൻ തുടങ്ങുന്നത്. ഞാൻ എന്തായാലും എനിക്ക് മാങ്ങ അങ്ങനെയുള്ള പുളിയുള്ളത് അധികം ഞാൻ മേടിക്കാതെ എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് പൈനാപ്പിളായിരുന്നു കേട്ടോ. അതിന് ശേഷം ഉണ്ടല്ലോ അതൊക്കെ മൊത്തത്തിൽ നോക്കിയപ്പോഴാണ് അവിടെ പുളിമുട്ടായി കിടക്കുന്നത് കണ്ടേ. അപ്പോഴാണ് ഫ്രണ്ട്സ് എനിക്ക് നെസ്റ്റ് അടിച്ചത്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഇതേപോലത്തെ കടകളൊക്കെ സ്കൂളിന് അടുത്തുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് പറങ്ങാണ്ടി എന്ന് പറയാൻ മറ്റേ കശുവണ്ടി ഇങ്ങനെ താഴെയൊക്കെ കിടക്കുക. അപ്പോൾ നമ്മളതിൽ ഒരെണ്ണത്തിന് 10 പൈസ കിട്ടും. അപ്പം നമ്മളിങ്ങനെ തറയിലൊക്കെ കിടക്കുന്നതൊക്കെ പിറക്കി എടുത്തുകൊണ്ടൊക്കെ പോയിട്ട് ഇതേപോലത്തെ കടകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ നേരത്തും ഒരെണ്ണത്തിന് 10 പൈസ കിട്ടും. അപ്പോൾ 10 എണ്ണം ആകുമ്പോൾ 1 രൂപ കിട്ടത്തില്ലേ. അപ്പോൾ ഇതും നമുക്കത് 10 പൈസയ്ക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ കാരക്കയൊക്കെയാണ് ഉപ്പിട്ട് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് 10 പൈസയ്ക്ക് ഒരെണ്ണമൊക്കെ കിട്ടും. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിക്കുന്ന കാര്യമൊക്കെ പെട്ടെന്ന് ഓർത്തു ഫ്രണ്ട്സ്. ഇതേപോലെ ഓരോന്നൊക്കെ കാണുമ്പോഴല്ലേ നമ്മുടെ പണ്ടത്തെ മധുരമായ കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മ വരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തോ ഇല്ലേ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതേപോലത്തെ ഒരു ഓർമ്മകളും കാണത്തില്ല. അവർക്ക് ഗെയിം കളിച്ചതും ലുലു മോളിൽ പോയതും ഫോണിൽ ഗെയിം കളിക്കുന്നതൊക്കെ ആയിരിക്കും അവരുടെ ഓർമ്മ. ഞാൻ അതിന് ശേഷം എന്താ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ വണ്ടി KCBയിലാണ് ചാർജ് ചെയ്യാൻ പോയത്. മറ്റ് ചാർജിങ് സ്റ്റേഷനെക്കാട്ടിലും നമുക്ക് ലാഭം KCB തന്നെയാണ് കേട്ടോ.